സ്നേഹമുള്ള ഒരു മനീഷയെ അമ്മയെന്ന് വിളിക്കുന്നു. അതെ. കഥാപാത്രവും ഗ്രേസ് അമ്മ. അതെ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും ഒരു അമ്മ ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു സ്ത്രീയുടെ പ്രകൃതിദത്തമായ സ്ഥായിയായ ഒരു ഭാവം എന്ന് പറയുന്നത് കാമുകി എന്നതിനേക്കാൾ ഉപരി, ഒരു പ്രണയിനി എന്നതിനേക്കാൾ ഉപരി അമ്മ എന്ന് പറയുന്ന മാതൃത്വം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അമ്മയായി നിൽക്കാൻ ആഗ്രഹിക്കുക അല്ലെ, എല്ലാ പെൺകുട്ടികളും ഒരു പ്രായം എത്തുമ്പോൾ ഒരു കുട്ടിയെ കിട്ടാൻ അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ എത്രയോ മക്കളുടെ അമ്മയാണ് സത്യത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതോടൊപ്പം ഒരുപാട് സീരിയലുകൾ എടുത്തു നോക്കിയാലും ആ സീരിയലിൽ നിന്ന് മഴതൂര് മുമ്പേ വ്യത്യസ്തമാക്കുന്നത് എഴുത്തുകളും കഥാപാത്രങ്ങളുമാണ്. 100%. കഥാപാത്രങ്ങൾ മാത്രമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. അതായത് ഒരു സീരിയലിനെ സംബന്ധിച്ച് ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിന്റെ. അതായത് ഒരാൾ വിചാരിച്ചാൽ മാത്രം ഹിറ്റ് ആവത്തില്ല. 100% ഹിറ്റ് ആവില്ല. ഒരു നായികയോ അല്ലെങ്കിൽ ഒരു നായകനോ അല്ലെങ്കിൽ ഒരു പ്രതിനായകനോ വിചാരിച്ചാൽ മാത്രം ഹിറ്റാവുന്നതല്ല ഒരു സീരിയൽ എന്ന് പറയുന്നത്. അതിൽ കാമ്പുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവണം, ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടാവണം, എന്താ പറയുക, സൃഷ്ടി ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ജോയ്സി സാറിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് അതുല്യമായ ഒരു എഴുത്താണ്. അതെല്ലാവരും സീരിയൽ ആസ്വദിക്കുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക, വായനക്കാർ അനുഭവിച്ചറിഞ്ഞതാണ്. തീർച്ചയായിട്ടും ഒരു സീരിയൽ അവരുടെ മനസ്സിൽ രൂപം കൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജോയ്സി സാറിൻ്റെ എഴുത്തിലൂടെ. അന്ന് അവർ ഇപ്പം ഈ സീരിയൽ ഇപ്പം ഈസിയാണ് എല്ലാവർക്കും അല്ലേ, അവർക്ക് വിഭാവനം ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാൽപ്പനികതയുടെ ആവശ്യമില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ജോയ്സി സാറിൻ്റെ കഥ വായിച്ച് ഞങ്ങൾ എന്താ പറയുക, ഒരു ഏതോ ഒരു ലോകത്തായിരുന്നു. അതെ. മനുശങ്കർ ആണെങ്കിലും അലീന ആണെങ്കിലും വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിൽ കടന്നുപോയ കുറെ ഒരു കാലം ഉണ്ടായിരുന്നു. വളരെ അതാണ് എഴുത്തിന്റെ വിജയം. തീർച്ചയായിട്ടും 5 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുന്ന ഒരു നോവലാണ് ഈ മഴതോരും മുൻപേ എന്ന് പറയുന്നത്.